പി.കെ. ശശി എം.എൽ.എക്കെതിരായ ലൈംഗിക ആരോപണത്തിൽ നിയമോപദേശം തേടാൻ ഒരുങ്ങുകയാണ് കേരള പോലീസ്. വിഷയത്തിൽ യുവതി പരാതി നൽകാത്ത സാഹചര്യത്തിലാണ് പോലീസ് നിയമോപദേശം തേടുന്നത്. എം.എൽ.എക്കെതിരെ ഏത് രീതിയിൽ കേസെടുക്കാമെന്നും തുടർ നടപടികൾ ഏത് രീതിയിൽ കൊണ്ടുപോകാമെന്നുമാണ് കേരള പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ പി.കെ. ശശിയുടെ നടപടിയെ സ്വാഭാവികമെന്ന് പറഞ്ഞ് വിലയിരുത്തിയത് കഴിഞ്ഞ ദിവസം ഏറെ ചർച്ചയായിരുന്നു. വിഷയത്തിൽ വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധമുയർന്നതുകൊണ്ട് സംസ്ഥാന പോലീസാണ് പ്രതിരോധത്തിലായിരിക്കുന്നത്. BJPയും കോൺഗ്രസുമെല്ലാം ഇതിനെ വലിയ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്തു. പല കോണുകളിൽ നിന്നും സമ്മർദ്ദം ശക്തമായതുകൊണ്ടാണ് ലൈംഗിക പീഡന ആരോപണത്തിൽ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിയമോപദേശം തേടിയത്. യുവതി നേരിട്ട് പരാതി നൽകാത്തതിനാൽ തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുകയാണ് ലക്ഷ്യം. നേരത്തെ ആരോപണത്തിൽ KSUവും യുവമോർച്ചയും നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ റേഞ്ച് IG MR അജിത് കുമാറിന് DGP നിർദ്ദേശം നൽകിയിരുന്നു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ ചുമതല കൂടി വഹിക്കുന്ന മലപ്പുറം ജില്ലാ പോലീസ് മേധാവി പ്രതീഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി. ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയുടെയോ കുടുംബത്തിന്റെയോ പരാതി ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ലെന്നും മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി IGക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും പ്രതീഷ് കുമാർ പറഞ്ഞിരുന്നു. എന്നാൽ പ്രായപൂർത്തിയായ ഇര നേരിട്ട് പരാതി നൽകാത്തതിനാൽ ശശിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യത വിരളമാണെന്ന് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളിൽ മാത്രമാണ് പോക്സോ നിയമപ്രകാരം സംസ്ഥാന പോലീസിന് സ്വമേധയാ കേസെടുക്കാനുള്ള അധികാരം. പാർട്ടി നേതൃത്വം ലഭിച്ച പരാതി പോലീസിന് കൈമാറിയാലും ഇത് സംബന്ധിച്ച മൂന്നാമതൊരു വ്യക്തി പരാതി കൊടുത്താലും കേസെടുത്ത് അന്വേഷിക്കാമെങ്കിലും പെൺകുട്ടിയുടെ സഹകരണമില്ലാതെ നിയമ നടപടിക്ക് സാധ്യതയില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.